വെൽക്കം എവറി വൺ. നമ്മുടെ കൂടെ ഇന്നുള്ളത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ചന്തു ആണ്. അവിടുത്തെ ന്യൂറോളജിസ്റ്റ് ആൻഡ് എപ്പിലിപ്റ്റോളജിസ്റ്റ് ആയിട്ടുള്ള ചന്തു ഡോക്ടർ ഇന്ന് നമ്മളൊപ്പം കൂടിയിരിക്കുന്നത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ഡോക്ടർ ടു ദി ഷോ. താങ്ക് യു. സോ ഡോക്ടർ, അപ്പോൾ എന്താണ് ബേസിക്കലി പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്? പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചലനത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്, ഒരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. സോ നമ്മൾ ഈ ചലനത്തിന് നമ്മുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യേഷൻ ഓഫ് മൂവ്മെൻറ്റ്സിന് നമുക്ക് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആവശ്യമാണ്. സോ ഒരു ഈ ഡോപ്പമിൻ സിന്തസിസ് ചെയ്യുന്നത് സബ്സ്റ്റൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞ ഒരു ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മളെ തലച്ചോറിലുണ്ടാകുന്ന ഒരു ന്യൂറോൺസാണ്. ആ ന്യൂറോൺസിൽ ഡീജനറേറ്റീവായിട്ട് കാലക്രമേണ നശിക്കുമ്പോഴാണ് ഈ ഡോപ്പമിൻ്റെ റിലീസ് കുറയുകയും നമുക്ക് ഈ നമ്മളെ ചലനത്തെ അഫക്റ്റ് ചെയ്യുക, നമുക്ക് നമ്മളെ മൂവ്മെൻറ്റ്സ്, നമ്മളെ ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ആവുകയും നമുക്ക് ഈ ഒരു അസുഖത്തിലേക്ക് നമ്മൾ പോകാനുമായിട്ടുള്ള സാധ്യത ഉള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പം ഇതിൻ്റെ പ്രൈമറി സിംറ്റംസ് എന്തൊക്കെയാണ്? ഇത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമൺലി വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും വേണ്ടി വരില്ല. ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പേഷ്യൻ്റ് നമ്മൾ ഒ പിയിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലിനിക്കൽ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് വെച്ചാൽ അവരുടെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മോസ്റ്റ് കോമൺലി 4 കോമൺ സിംറ്റംസ് ആണ് പാർക്കിൻസൺസിനുണ്ടാവുക. മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന റെസ്റ്റ് ട്രെമർ, യൂണിലാറ്ററൽ റെസ്റ്റ് ട്രെമർ എന്ന് പറയും. നമ്മൾ ഒരു ഭാഗത്തിൽ കയ്യിലോ കാലിലോ ഉണ്ടാവുന്ന വിറയൽ. ഡിസ്റ്റൽ എക്സ്ട്രീമിറ്റീസ് എന്ന് പറയും. നമ്മൾ ഈ പ്രോക്സിമൽ അല്ല, നമ്മൾ ഡിസ്റ്റൽ കൈകളിലായിരിക്കും നോർമലി കണ്ടുവരിക. അത് വെരി ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ട്രെമേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പിൽ റോളിംഗ് ടൈപ്പ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ചിലപ്പോൾ കൈയിൻ്റെ അവിടെ നമുക്കൊരു ചെറിയൊരു ഇൻഡെക്സ് ഫിംഗറും തമ്മിൻ്റെ ഇടയിൽ ഒരു ചെറിയ പിൽ റോളിംഗ് പോലെ, ഒരു മരുന്നിരുന്ന് നമ്മൾ റോൾ ചെയ്യുന്ന പോലത്തെ മൂവ്മെൻറ്റ്സ് ആയിരിക്കാം. നമ്മൾ ആക്ടിവിറ്റീസൊക്കെ സ്ലോ ആവും. നമ്മൾ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുമ്പ് ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ സ്ലോ ആവുകയും, പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോഴത്തേക്കും താഴോട്ട് വീഴുന്ന പോലെ, ഗ്രാവിറ്റിയിലേക്ക് താഴെ വീഴുന്ന പോലെയും, അല്ലെങ്കിൽ തിരിയുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ബാലൻസ് ഇല്ലായ്മ തോന്നുകയും, പിന്നെ നമ്മളുടെ റിജിഡിറ്റി എന്ന് പറയും. റിജിഡിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ പേശികളിൽ നമ്മളെ ലിംസൊക്കെ ഭയങ്കര സ്റ്റിഫാവുന്ന പോലെ, ഭയങ്കര റിജിഡായിട്ടുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ആം സ്വിങ് എന്ന് പറയുന്നത്, നടക്കുമ്പോൾ 2 കൈയും വീശിയായിരിക്കും നോർമലി നടക്കുക. ഈ പാർക്കിൻസൺസ് ഉള്ളവർക്ക് ഒരു ആം സ്വിങ് കുറയും. നടന്നു വരുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഒരു കൈയിൽ ചിലപ്പോൾ മറ്റേ കൈയിൻ്റെ അത്രയും നമുക്കൊരു സ്വിങ് ഉണ്ടാവില്ല. സോ ആം സ്വിങ് അത് കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ വരുന്നതല്ല. ഒരു ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കാരണം ഒരുപാട് സമയം കാലക്രമേണ സ്ലോലി പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിന് ട്രെമർ വരികയും വീഴ്ച വരികയും വന്നാൽ അതൊരു പാർക്കിൻസൺ ആയിട്ട് ഉള്ള സിംറ്റംസ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം കോമൺലി കണ്ടുവരുന്ന, ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒരുപാട് സിംറ്റംസ് ഉണ്ടെന്ന്, ഇപ്പം ജനറലി കണ്ടുവരുന്ന ഒരു കോമൺ സിംറ്റം എന്താണെന്ന് പറയാൻ പറ്റും? കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെമറാണ് റെസ്റ്റ് ട്രെമർ, യൂണിലാറ്ററൽ റെസ്റ്റ് ട്രെമർ എന്ന് പറയും. അതാണ് നമുക്ക് എപ്പോഴും ഒരു അലാമിംഗ് ആയിട്ട് തോന്നുക. നമുക്കിപ്പോൾ ഒരു മോട്ടാർ സിംറ്റം തോന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസ്റ്റൽ എക്സ്ട്രീമിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൽ എക്സ്ട്രീമിറ്റീസിൽ നമ്മൾ ഡിസ്റ്റൽ കയ്യിൽ ഒരു ചെറിയൊരു വിറയലുണ്ടാവുക, ഒരു ലോ ഫ്രീക്വൻസി ട്രെമർ ഉണ്ടാവുക. ബട്ട് ചിലവർക്ക് നമുക്ക് താടിയുടെ ആ ഭാഗങ്ങളിൽ ചെറിയതായിട്ടൊരു ട്രെമർ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ സ്ലോ ആവുക. നമ്മൾ ഈ വാക്ക് പൊതുവെ നമ്മൾ നല്ല ആം സ്വിങ് ആയിട്ട് നല്ല സ്പീഡ് നടന്ന ആൾ പെട്ടെന്ന് പതുക്കെ ഷോർട്ട് സ്റ്റെപ്സ് എടുത്ത് നടക്കുക, പെട്ടെന്ന് വീഴാൻ പോകുന്നതൊക്കെ തോന്നുക, ഒരു ഗ്രാവിറ്റിയിലേക്ക് ആസിഡ് നമ്മൾ മുമ്പോട്ട് വീഴുന്നതൊക്കെ തോന്നുക. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ റിജിഡിറ്റി, കൈ പേശികളൊക്കെ പെട്ടെന്ന് ഒരു സ്റ്റിഫ് ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഒരു മോട്ടാർ സിംറ്റംസ് എന്ന് പറയുന്നത്. നമുക്കൊരു കാണാൻ പറ്റുന്ന, നമുക്കൊരു കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയാം. ഓക്കെ സാർ, അപ്പം നമ്മളിപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് ഇപ്പം സിംറ്റംസ് വഴി നിങ്ങൾ കണ്ടുപിടിച്ച ക്ലിനിക്കലി, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ സ്കാനിങ്, ഇപ്പം MRI അതുപോലുള്ള സ്കാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഏത് സ്കാനിങ്ങിലൊക്കെ കൂടെയാണ് കറക്റ്റായിട്ട് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മൾ പാർക്കിൻസൺ ഒരു ഇഡിയോപ്പത്തിക് പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ടാണ് പറയുക. ഇഡിയോപ്പത്തിക് എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് കാരണങ്ങളില്ല. ഒരു പ്രായം കൂടിയവരിലാണ്, പൊതുവെ 60 years and above ആയിട്ടുള്ള പ്രായം കൂടിയവരിലാണ് നമുക്കിത് കണ്ടുവരുന്നത്. ഇതൊരു കോമൺലി ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഇങ്ങനെ പേഷ്യൻ്റ് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ആ സിംറ്റംസ് വെച്ച്, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ സിംറ്റമറ്റോളജി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും പേഷ്യൻ്റായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു അസുഖത്തിലേക്ക്, ഈ അസുഖമാണ് എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് വരാനും സാധിക്കും. പക്ഷേ ചില കാരണങ്ങൾ, സെക്കൻഡറി പാർക്കിൻസൺസ് ഉണ്ട്. സെക്കൻഡറി എന്ന് വെച്ചാൽ വേറെ കാരണങ്ങളാൽ ഈ പാർക്കിൻസന്റെ ലക്ഷണങ്ങൾ വരുന്നത്.
മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്ന ടോക്സിൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് പെസ്റ്റിസൈഡ്സിനോടുള്ള ഒരുപാട് എക്സ്പോഷർ, കാർബൺ മോണോക്സൈഡ് എക്സ്പോഷർ, മാംഗനീസ് പറയുന്ന മെറ്റൽ എക്സ്പോഷർ, പിന്നെ നമുക്ക് MPTP എന്ന് പറഞ്ഞൊരു കെമിക്കലിലേക്കുള്ള പെയിന്റിലൊക്കെ കാണുന്ന ഒരു കെമിക്കൽ എക്സ്പോഷർ കൊണ്ടും വരാം. പിന്നെ വാസ്കുലർ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രോക്ക്, രക്തോട്ടം, നമ്മൾ ഈ ചലനം കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലേക്ക് രക്തോട്ടം കുറഞ്ഞാൽ വരാം. നമുക്ക് ട്രോമ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡ് ട്രോമ, എല്ലാ ട്രോമയും നമുക്ക് പറയാൻ പറ്റില്ല, ഹെഡ് തലച്ചോറിലുണ്ടാവുന്ന ഹെഡ് ട്രോമ, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് കാരണം നമുക്ക് പാർക്കിൻസൺസ് വരാം. പിന്നെ കോമൺലി നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷൻ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതും ഒരു വാസ്കുലർ പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് കോമൺലി പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇഡിയോപ്പതിക്കാണ്. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാൻ പറ്റില്ല. ഒരു ഏജ് അബവ് 60 years ഉള്ള ആളിലാണ് നമ്മൾ കാണുക. പിന്നെ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ 40-45 വയസ്സുള്ളവരിൽ കാണാം. അതിൻ്റെ പേരാണ് 45 years ആൻഡ് യങ്. കുറവുള്ളവരിൽ നമ്മൾ യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ അതിന് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇനി നമ്മൾ പാർക്കിൻസൺസിൻ്റെ ഇത് വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്? അതിനുശേഷമുള്ള ഒരാളുടെ ലൈഫ് സ്റ്റൈൽ നോർമൽ ആകും? എല്ലാ പാർക്കിൻസൺസ് ഫസ്റ്റ് ഇനീഷ്യൽ 1 to 5 years വരെ നല്ല റെസ്പോൺസ് ഉണ്ടാവും ട്രീറ്റ്മെൻറ്റിൽ. പേഷ്യൻ്റെ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ്. അപ്പോൾ നമ്മൾ ഈ ഡോപ്പമിൻ, ലീവോഡോപ്പ എന്നുള്ളൊരു ഫോർമാറ്റിൽ മെഡിസിൻസിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ 5 years വളരെ നല്ല റെസ്പോൺസസുകൾ ഉണ്ടാവും. പക്ഷേ ഒരു 5 years കഴിയുമ്പോൾ നമുക്ക് ഈ മെഡിസിൻ്റെ എഫക്റ്റ് വീൻ ഓഫ് ആവും. എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ കൂടുതൽ ഒരു പാർക്കിൻസൺ നമ്മൾ പറയും എൻ സ്റ്റേജ് പാർക്കിൻസൺസ് ഡിസീസിലേക്കൊക്കെ പോകുമ്പോൾ 5 years to 10 years എല്ലാം കഴിഞ്ഞ് പോകുമ്പം മെഡിസിൻസിൻ്റെ റെസ്പോൺസസുകൾ വളരെയധികം കുറഞ്ഞു വരാൻ സാധ്യതകളുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മോസ്റ്റ്ലി നമുക്ക് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള DBS എന്ന് പറഞ്ഞിട്ട് സർജിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും. DBS എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനിൽ ആ ചലനത്തെ കൺട്രോൾ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയയിൽ നമ്മൾ ഇലക്ട്രോഡ്സ് ഇംപ്ലാന്റ് ചെയ്ത് നമ്മളൊരു കറണ്ട്, ഒരു പേസ് മേക്കർ പോലെ ഒരു ഇത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് നമ്മളത് അതനുസരിച്ച് വേണ്ടുന്ന ഒരു കറണ്ട് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് നമ്മളെ മൂവ്മെൻറ്റ്സ് ഫാസ്റ്റ് ആവുകയും നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു പാർക്കിൻസൺ പേഷ്യൻ്റ് വരുമ്പം നമ്മൾ ദൈനംദിന കാര്യങ്ങൾ അവർക്ക് ചെയ്യാതാവുമ്പോൾ പ്രോബ്ലി അവർക്കൊരു ഡിപ്രഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. പക്ഷെ നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൂഡ് ചേഞ്ചസ് വരാം, നമുക്ക് ഡിപ്രഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മൾ വീൽ ചെയർ ബൗണ്ട് ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസുകൾ ഫ്യൂച്ചറിൽ വരാം. സോ അതൊക്കെയാണ് ഈ പാർക്കിൻസൺസ് ഡിസീസിലുണ്ടാകുന്ന ആഫ്റ്റർ കമ്മിങ് കോംപ്ലിക്കേഷൻസ്. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നു, നമ്മളൊരു കെയർ ഗിവറിലേക്ക് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകുന്നത്. ഈ വേറെ പ്രോബ്ലം, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, നമുക്ക് ഒരുപാട് ഇഷ്യൂസിലേക്ക് പോകാനായിട്ടുള്ള പിന്നെ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഒരു DBS എന്ന് പറയുന്ന മെഡിസിൻസ് എഫക്റ്റ് വരാതാകുമ്പോൾ നമ്മൾ DBS എന്നുള്ള ഒരു ശസ്ത്രക്രിയയാണ് സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകാനായിട്ടുള്ള നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഡോക്ടർ, ഈ സർജിക്കൽ ഓപ്ഷൻ ഇത് അത്യാവശ്യം അവൈലബിൾ ആണോ? ലൈക്ക് ഓൾക്ക് നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസിലും ഈ DBS എന്ന് പറയുന്നൊരു സർജിക്കൽ ഓപ്ഷൻ നമ്മൾ ഈ 5 years മെഡിസിൻസിൽ എഫക്റ്റ് കഴിയുമ്പോഴുള്ളതാണ്. ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ മെഡിസിൻസ് തന്നെയാണ് കൊടുക്കുക. പിന്നെ കേസ് സെലക്ഷൻ, പേഷ്യൻറ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റ് സെലക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇഡിയോപ്പതിക് പാർക്കിൻ, നമ്മൾ കറക്റ്റായിട്ട് ഒരു ന്യൂറോളജിസ്റ്റ് ഇതൊരു പാർക്കിൻസൺസ് ഡിസീസ് ആണ് എന്നുള്ള ഒരു കറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ DBS എന്ന് പറഞ്ഞൊരു സർജിക്കൽ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പാർക്കിൻസൺസ് ഡിസീസിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറ്റില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനാണ് ഈ കേസ് സെലക്ഷൻ എന്ന് പറയുന്നത്. നമുക്കതിൽ ഒരുപാട് സ്കോർസ് ഉണ്ട്, സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അത് പ്രോപ്പറായിട്ട് വരുവാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DBS എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് മൂവ്മെൻറ്റ് മാത്രമല്ല, അവർക്ക് ഫസ്റ്റ് ഇനീഷ്യലി ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ്, ഈ മൂവ്മെൻറ്റ് ഡിസോർഡറിനെ കാട്ടിലും കൂടുതൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാൻഡിഡേറ്റിനെ നമുക്കൊരു സർജിക്കൽ DBSലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ എപ്പോഴും
നല്ല ഈ മെഡിസിൻസിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ മാത്രമേ നമുക്ക് DBS ചെയ്താൽ നമുക്ക് എഫക്റ്റ് വരാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഈ MRI കൊണ്ട് ഈ പാർക്കിൻസൺസിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഗുണങ്ങളുണ്ട് MRI വഴി? പാർക്കിൻസൺ ഡിസീസ് എപ്പോഴും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പേഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിൽ കൂടെ കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ്. പക്ഷേ ഈ സെക്കൻഡറി കോസസ് ഉണ്ട് പാർക്കിൻസൺസിൽ. നമുക്ക് ഈ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവരുന്ന പാർക്കിൻസൺസ് ഡിസീസ്, സെക്കൻഡറി കോസസ് ഓഫ് പാർക്കിൻസൺസ്. സോ ചില ആൾക്കാർക്ക് ഈ സ്ട്രോക്ക് ഒരു കോമൺ ആവുന്നുണ്ട്, സ്ട്രോക്ക് കാരണം ഇത് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ബ്രെയിനിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് പാർക്കിൻസൺസ് വരാം. ചില ആൾക്കാർക്ക് ടോക്സിൻസ്, ചില ആൾക്കാർക്ക് ഈ ട്രോമ, ക്ഷതം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രോമ, ഈ ബോക്സസിലൊക്കെ കണ്ടിന്യൂസ് നമുക്ക് പഞ്ച് കിട്ടുന്ന പോലെ ഒരു പഞ്ച് ഫോർഹെഡ് ഹെഡിലേക്ക് പഞ്ച് കിട്ടുന്ന. സോ ഇങ്ങനത്തെ കണ്ടീഷൻസ്, ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MRI ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററി മോഡാലിറ്റി യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് പോയ DAT സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാൻ ഉണ്ട്. ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ സ്കാൻ ആണ്. സോ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം. പ്രീ സിനാപ്റ്റിക് ബ്രെയിൻ ന്യൂറോൺസിൽ നിന്ന് ഡോപ്പമിൻ്റെ റിലീസ് കുറയുന്നോ ഇല്ല എന്നുള്ള ഒരു പർട്ടിക്കുലർ സ്കാനാണ്, ഒരു സ്പെസിഫിക് സ്കാനാണ്. പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അങ്ങനത്തെ ഇൻവെസ്റ്റിഗേറ്ററി മോഡാലിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഈ സ്കാൻ ചെയ്യുന്നത് എടിപ്പിക്കൽ പാർക്കിൻസൺസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്യാനുണ്ട്. ചില അസുഖങ്ങളുണ്ട് ഈ പാർക്കിൻസൺസ് പോലെ മിമിക് ചെയ്യുന്ന. ടിപ്പിക്കലായിട്ടുള്ള പാർക്കിൻസൺ അല്ല, എടിപ്പിക്കൽ. പാർക്കിൻസൺസ് പോലെ ഇരിക്കും, പക്ഷെ അത് പാർക്കിൻസൺ അല്ല. അങ്ങനത്തെ ഡിസീസസ് ഒക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് MRI സ്കാനൊക്കെ. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇപ്പം ഡോക്ടറിന് അറിയില്ല, ഈ വരുന്ന ജനറേഷൻ ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം നമുക്ക് ഈ പാർക്കിൻസൺസ് ഡിസീസ് അത് നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മെഡിസിൻസ് ഒരു രീതി വരെ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് കൺട്രോൾ ചെയ്ത് പോകാം. പക്ഷേ അതിനുപരി നമുക്ക് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെസിഫിക്കലി നമ്മൾ രാവിലെ മോർണിംഗ് എക്സസൈസ് നമ്മുടെ ഈ ന്യൂറോൺസിൽ നിന്ന് ഡോപ്പമിൻ സിന്തസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. മോർണിംഗ് വാക്ക് എക്സസൈസ്, കുറച്ചൊരു ഹാഫ് ആൻ അവർ വാക്ക്, അല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് എന്ന് പറയും. സൈക്ലിംഗ് വെച്ച് ഇരുന്നിട്ട് നമ്മൾ സൈക്കിൾ ഔട്ടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോപ്പമിൻ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡാലിറ്റിയാണ്. നമുക്ക് ഒരു സെക്കൻഡ് മെഡിസിൻ തന്നെ നമുക്ക് പറയാം ഈ എക്സസൈസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു പാർട്ടായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ. അപ്പം ഡോക്ടർ, ഈ മെഡിക്കേഷൻ പ്ലസ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയിരിക്കും അല്ലേ? ഡെഫിനറ്റ്ലി വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞു പ്രൈമറി സിംറ്റം വരുന്ന മൂവ്മെൻറ്റ്സിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പം നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുമോ നമുക്ക് മുന്നേ അറിയാനായിട്ട്? നോൺ മോട്ടാർ സിംറ്റം, നമ്മൾ ഈ പറഞ്ഞതെല്ലാം മോട്ടാർ സിംറ്റംസ് ആണ്, ചലനങ്ങളെ ബാധിക്കുന്ന സിംറ്റംസ് ആണ്. നോൺ മോട്ടാർ സിംറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് അല്ലാത്ത ചില സിംറ്റംസുകൾ വരാം. അത് ഏർലിയർ നമുക്ക് ഈ പാർക്കിൻസൺസ് ഡിസീസ് വരുന്നതിന് മേ ബി ഒരു 5-10 വർഷം മുമ്പേ ഈ സിംറ്റംസുകൾ ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നുണ്ടാവാം. ആ മെയിൻ സിംറ്റംസ് പറഞ്ഞാൽ അവർക്ക് ഈ സ്മെൽ, നമ്മൾ ഈ മണക്കാനായിട്ടുള്ള സ്മെൽ നഷ്ടപ്പെടുക, നമുക്ക് പെട്ടെന്നുള്ളൊരു സ്മെൽ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുറയുക. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അത് കോമൺലി കണ്ടുവരുന്നുണ്ട്. സ്ലീപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ രാത്രി ഉറക്ക ഡിസ്റ്റർബൻസ് ഉണ്ടാവും. മോർണിംഗ് ഒരു എക്സസീവ് സ്ലീപ്പ് ഉണ്ടാവും, എക്സസീവ് ഡേ ടൈം സ്ലീപ്പ് ഉണ്ടാവും, പക്ഷെ നൈറ്റ് ഉറക്കം വരില്ല. വിവിഡ് ഡ്രീംസ് വരിക, നമുക്ക് ഒരു വല്ലാതെ ഇനാക്ട് ചെയ്യുക, നമ്മൾ കാണുന്ന ഡ്രീംസ് ഒക്കെ നമ്മൾ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. സോ അതിൻ്റെ പേരാണ് REM, സ്ലീപ്പ് ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയും. പിന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, ഈ ഓട്ടോണോമിക് സിംറ്റംസ് ആണ്. നമുക്ക് പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടാവുക, ഇടയ്ക്ക് ഇൻക്രീസ് ആയിട്ട് ഫ്രീക്വൻസി ഓഫ് മിക്ചുറേഷൻ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണമെന്ന് തോന്നുക, ഫ്രീക്വൻസി കൂടുക, യൂറിൻ്റെ ഫ്രീക്വൻസി കൂടുക. ചില ആൾക്കാർക്ക് ഈ ഇതുപോലെ നമുക്ക് ഈ വാദം പോലെ പെരിയ ആർത്രൈറ്റിസ് എന്ന് പറയും, ജോയിൻറ്റ് പെയിൻസ്, നമുക്ക് പൊതുവെ ഒരു ക്ഷീണം, ഒരു ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെയും കോമൺലി കണ്ടുവരുന്നത് മൂഡ് ചേഞ്ചസ്, മൂഡ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിപ്രഷൻ വരിക, നമുക്ക് പെട്ടെന്നൊരു ആങ്സൈറ്റി ഉണ്ടാവുക, നമുക്ക് അങ്ങനത്തെ കുറച്ച്. പിന്നെ ഡെമൻഷ്യ, മറവി സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ കുറച്ച് നോൺ മോട്ടാർ സിംറ്റംസ് ആണ്. ഈ പാർക്കിൻസൺസിൻ്റെ മോട്ടാർ സിംറ്റംസ് അല്ലാതെ നോൺ മോട്ടാറായിട്ടുള്ള ചില സിംറ്റംസുകളാണ്. ഡോക്ടർ, അപ്പം നമുക്ക് പാർക്കിൻസൺസ് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കുമോ? പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. എന്നുവെച്ചാൽ നമുക്ക് കാലക്രമേണ നമ്മൾ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് ആണ്. സോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു അസുഖമല്ല പാർക്കിൻസൺസ് ഡിസീസ്. നമുക്കത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കുകയും ഇത് ഒരു ടൈപ്പ് ഓഫ് എന്ത് ടൈപ്പ് ടിപ്പിക്കൽ പാർക്കിൻസൺസ് ഡിസീസ് ആണോ എടിപ്പിക്കൽ പാർക്കിൻസൺ ആണോ എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരിക്കലും പാർക്കിൻസൺസ് അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല.
പിന്നെ യങ്ങർ ഓൺസെറ്റ് പാർക്കിൻസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 45 ഇയേഴ്സിൽ കുറഞ്ഞു വരുന്ന യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ്, അവർക്ക് ജനറ്റിക്കലായിട്ടുള്ള ഒരു കോസസ് ആണ് അതിൻ്റെ ഒരു മേജർ കാരണം. എന്നും പറഞ്ഞ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയോ നമുക്കിത് പാർക്കിൻസൺസ് വരുമെന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട കാര്യങ്ങളോ കാണുന്നില്ല. ഇല്ല. ഓക്കെ ഡോക്ടർ, അതുപോലെ ഡയറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോ, ഫുഡ് സ്റ്റൈൽ? ഇല്ല എപ്പോഴും ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് പറയുക. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ്സ്, നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വൈറ്റമിൻ ഡി കണ്ടൻറ്റ്സ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഈ പറഞ്ഞ ഡയറ്റിൻ്റെ കൂടെ തന്നെ എക്സസൈസസ് നമ്മൾ റുട്ടീനാക്കി നമ്മൾ കൊണ്ടുപോകുക. ലൈഫിൽ ഇതൊക്കെ ഒരു പാർട്ടാക്കി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫുഡ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫുഡ്, എക്സസൈസ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, ഇതെല്ലാം ഒരു പാർക്കിൻസൺ ഉള്ള ആൾ മാത്രമല്ല, നോർമലായിട്ടുള്ള ഏത് വ്യക്തിക്കും ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഈ ഡിസീസുമായിട്ട് വരുന്ന ഡോക്ടറിൻ്റെ പേഷ്യൻസ്, അവർ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? കൺസേൺസ് കാണുമല്ലോ, ഒരു വലിയൊരു ഡിസീസാണ്. അപ്പം എന്തൊക്കെയായിരിക്കും ഡോക്ടർ എപ്പോഴും ഒന്ന് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാമോ? ഇവർക്ക് നമുക്ക് പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസ് ഡെഫിനറ്റ്ലി കുറച്ച് ഡിപ്പെൻഡൻ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്ലോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ ഇപ്പോൾ രാവിലത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് കൂടെ ഉള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ചെറിയ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. പക്ഷെ അത് വലിയൊരു പ്രോബ്ലം അല്ല അവർക്ക്. എന്നാലും അവരുടെ മെയിൻ കൺസേൺ, എപ്പോഴും ഒരു മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ, പണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫിലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകാന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ്, മീൻസ് അവരുടെ ലൈഫിലുള്ളൊരു ലൈഫ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് കോമൺലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മോസ്റ്റ്ലി എൻ്റെ പേഷ്യൻസിനുണ്ട്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ആക്ടിവിറ്റി, ഈ മൂവ്മെൻറ്റ്സ് കുറയുന്ന അനുസരിച്ച് നമ്മളെ തിങ്കിങ് പ്രോസസ്സും കുറയും. അതിൻ്റെ പേരാണ് ബ്രാഡിഫ്രീനിയ എന്ന് പറയും. നമ്മളെ ചിന്ത അത്രയും പെട്ടെന്ന് നമുക്ക് റീച്ച് ആവില്ല. പഴയ പോലെ നമുക്ക് പെട്ടെന്ന് നമ്മളെ തോട്ട് പ്രോസസ്സ് സ്ലോ ആവും. സോ പെട്ടെന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്കൊരു അസസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ചിലപ്പം ഉണ്ടാവും. പെട്ടെന്ന് ബ്രേക്ക് ഇടാൻ ഉള്ളൊരു പ്രോബ്ലം വരാം. നമുക്ക് ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സേഫ്റ്റിയും നമ്മൾ ഈ പോകുന്ന റോഡ് സേഫ്റ്റിയും അനുസരിച്ച് നമ്മൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിനോട് ഞാൻ ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യാനാണ് പറയുക. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ഡിസീസ് നമുക്ക് ക്യൂറബിൾ ആണോ? നമുക്ക് പാർക്കിൻസൺ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയൊരു ഡിസോർഡർ ആയിട്ട് നമ്മൾ എടുക്കാതെ, ഇപ്പോൾ പറയുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഒക്കെ പറയുന്നത് നമുക്കൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇത് ക്യൂറബിൾ അല്ല, ബട്ട് യു ക്യാൻ കൺട്രോൾ ഇറ്റ് വിത്ത് മെഡിസിൻസ്. അതുപോലെ തന്നെയാണ് ഞാനും പാർക്കിൻസൺസിനെ പറ്റിയും പറയുക. നമ്മളതൊരു കൺട്രോൾ ചെയ്ത് മെഡിസിൻസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഒരു 100% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. കാലക്രമേണ നമ്മളെ നാഡികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാ അസുഖത്തെ പോലെ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖത്തെ പോലെ, ഡയബറ്റിസിന് ഇൻസുലിൻ കൊടുക്കുന്നു, മെഡിസിൻസ് കൊടുക്കുന്ന പോലെ നമുക്ക് ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിന് നമ്മൾ ഈ മൂവ്മെൻറ്റ്സ്, ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഡോക്ടർ, അപ്പം നമുക്ക് ഈ ചലനമല്ലാതെ വേറെ എന്താണ് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം? സോ അതാണ് നമ്മളത് നോൺ മോട്ടാർ സിംറ്റംസ് എന്ന് പറയും. അതിൽ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന മൂഡ് ഡിസോർഡേഴ്സ് ആണ്. അതിൽ മൂഡ് ഡിസോർഡേഴ്സിൽ പറയാമെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ, വിഷാദ രോഗം, ആങ്സൈറ്റി, പിന്നെ നമ്മൾ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കുക രാത്രി സമയങ്ങളിൽ, രാവിലെ ഒരുപാട് എക്സസീവായിട്ട് ഉറങ്ങുക, എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ്, നൈറ്റ് ഡ്രീംസ് ഒക്കെ നമ്മൾ ഇനാക്ട് ചെയ്യുക. അതിൻ്റെ പേരാണ് REM, സ്ലീപ്പ് ബിഹേവിയറൽ ഡിസോർഡർ. നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ കൈകാലൊക്കെ ഇട്ട് അടിക്കുക സ്ലീപ്പിൽ, അതൊരു സ്ലീപ്പ് ഡിസോർഡറാണ്. സോ എന്നാലും നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഈ ഡിപ്രഷൻ തന്നെയാണ് മോസ്റ്റ് കോമൺലി പേഷ്യൻസിൽ നമ്മൾ കണ്ടുവരിക. എന്തുകൊണ്ട് ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ആക്ടിവിറ്റീസിനെ അത് ഇമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. പ്രോബബ്ലി നമ്മൾ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദൈനംദിന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്ക് ഡിപ്പെൻഡൻ്റ് ആവുമോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന ഡിപ്രഷൻസ്, അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസുകൾ നോൺ മോട്ടാറായിട്ടുള്ള, അല്ലെങ്കിൽ ചലനമല്ലാത്ത ചില കാരണങ്ങളിൽ ഒന്നാണ് മെയിൻലി കണ്ടുവരുന്നത് ഡിപ്രഷനാണ്. അപ്പം ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള കോസസ് ഉണ്ടാവും പാർക്കിൻസൺസ് ഡിസീസിൽ? ഹെറിഡിറ്ററി കോസസ് പാർക്കിൻസൺസിൽ വരാം, വളരെ വളരെ റെയറാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു 45 വയസ്സിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ട്രെമർ, വിറയൽ, അല്ലെങ്കിൽ 45 ഇയേഴ്സ് ഉള്ള യങ്ങർ ഓൺസെറ്റ് പറയുന്നത്, യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് എന്ന് പറയും. കുറച്ച് ഏർലിയറായിട്ട് നമ്മൾ അൺയൂഷ്വലായിട്ട് ഈ പാർക്കിൻസൺസിൻ്റെ സിംറ്റംസ് വരുന്ന ആൾക്ക് ഒരു ചാൻസസ്, ജനതികമായിട്ടുള്ള ചാൻസസ് ഉണ്ടാവാം. ഈവൻ 20 ഇയേഴ്സ്, 20 വയസ്സ് കുറഞ്ഞ ആൾക്കാർക്ക് ജുവനൈൽ ഓൺസെറ്റ് പാർക്കിൻസൺസ് എന്ന് പറയും. ചില ജീൻസ്, ജനതികമായിട്ടുള്ള ചില ജീൻസ്, ഈ പാർക്ക് ജീൻസ് എന്നൊക്കെ പറയും, അത് അങ്ങനെ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ജനറ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്കതിൻ്റെ എന്താണ് കോസ് എന്നുള്ളത് നമുക്ക്
ജനറ്റിക് കോസസ് ആണോ അതോ വേറെ എന്തെങ്കിലും പാർക്കിൻസൺ മിമിക്സ് ഉണ്ട്, പാർക്കിൻസൺസ് തന്നെ ആവണമെന്നില്ല, അതിൻ്റെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇത് വരാം. മോസ്റ്റ് കോമൺലി ഈ ലിവർ ഡിസീസ് പ്രോബ്ലം ഉള്ള ഈ കോപ്പർ ഡിപ്പോസിഷൻ ഉണ്ട് ലിവറിൽ, അതിൻ്റെ പേര് വിൽസൺസ് ഡിസീസ് എന്നാണ്, അല്ലെങ്കിൽ ഹെറിഡോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് മിമിക്സുകളുണ്ട്. മിമിക്സ് എന്ന് വെച്ചാൽ പാർക്കിൻസൺ പോലെ നമുക്ക് ഒരു മിമിക് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഉടനെ തന്നെ നമുക്കൊരു വിരൽ കണ്ടാൽ 45 വയസ്സ് വിരൽ കണ്ടാൽ അതൊരു ജനറികമായിട്ടുള്ള പാർക്കിൻസൺ ആണെന്ന് നമുക്ക് അതൊരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കുറച്ച് പേഷ്യൻ്റായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുകയും കുറച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ പാർക്കിൻസൺ സിംറ്റംസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഈ ഒരു സിംറ്റംസ് വന്നാൽ അത് പാർക്കിൻസൺ ആവാം, പോസിബിൾ. ഒരു 100% പാർക്കിൻസൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സിംറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മോട്ടാർ സിംറ്റംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും പാർക്കിൻസൺസ് ഡിസീസ് എപ്പോഴും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. മോസ്റ്റ്ലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. നമ്മൾ പേഷ്യൻ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുന്നതും പേഷ്യൻ്റായിട്ട് നമ്മളെങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നതും അവരുടെ ആയിട്ടുള്ള കാലക്രമേണ ആയിട്ടുള്ള അവരുടെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്നുള്ള അസുഖം ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ആവശ്യമാണ്. കാരണം അതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. കാലക്രമേണ നമ്മൾ ബ്രെയിനിലുണ്ടാകുന്ന ന്യൂറോൺസിലുണ്ടാകുന്ന ചേഞ്ചുകൾ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു ന്യൂറോളജിസ്റ്റും പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുക. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പം നമ്മുടെ പാർക്കിൻസൺസിനെ പറ്റിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഏരിയാസും ഡോക്ടർ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പം വ്യൂവേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ദയവായി എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചന്തു സാറിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ഈ സെഷൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.